നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടേൽസ് ഓഫ് ഏഞ്ചൽ. എല്ലാവർക്കും എന്നെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ജേർണിയുടെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പൊ പാർട്ട് 3 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് എടുത്തതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് പറഞ്ഞൊരു ഡോണറിനെയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോണറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു ബ്രദർ ഉണ്ട്. അപ്പം ഈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന മാച്ച് സിബ്ലിങ്സിനെയാണ്. ഇപ്പൊ അവര് ഫുൾ മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് വേറെ ഡോണർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവരാണ് ഏറ്റവും നല്ലത് നമുക്ക് ഡോണറായിട്ട് വരാനായിട്ടുള്ളതിൽ. അപ്പൊ കുക്കുചാന്റെ ഇന്ത്യൻ സ്റ്റെം സെൽസ് മാച്ച് ആണെന്ന് അറിയാൻ വേണ്ടി കുറെ ടെസ്റ്റുകൾ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതൊരു ഒരു ഫാക്ടർ അല്ല, മാച്ച് ആണോ നോക്കാൻ ഒരു ഫാക്ടറേ അല്ല. കാരണം എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ്, കുക്കുചാന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റെം സെല്ലിന്റെ മാച്ചിങ് നോക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഒരു ഫാക്ടറായിട്ട് എടുക്കാറില്ല കേട്ടോ. ലൈക്ക് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ RBCs ഉണ്ട്, WBCs ഉണ്ട്. ഇപ്പൊ RBCs ആണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റെം സെല്ല് WBCസിന്റെ അകത്താണ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഒരു ആന്റിജൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ WBCസിലും ഒരു ആന്റിജൻ ഉണ്ട്. ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ എന്നാണ് അതിന് പറയുന്നത്, HLA. അപ്പൊ ഈ HLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCDR DP DQ. അപ്പൊ ഈ 6 സ്ഥലങ്ങളിൽ രണ്ടെണ്ണം വെച്ചുണ്ട്. അപ്പം 6 × 2 12 സ്ഥലത്തിൽ നമുക്ക് മാച്ച് ആവണം. അപ്പൊ നമ്മൾ ഈ സ്റ്റെം സെല്ലിന്റെ മാച്ചിങ് നോക്കുമ്പോൾ ഔട്ട് ഓഫ് 12 ആണ് കേട്ടോ നോക്കുന്നത്. അപ്പൊ എന്നെ കുക്കുചാന്റെ മാച്ചിങ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഹാഫ് മാച്ച് കിട്ടുള്ളൂ. 7/12 ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ എന്റെയും കുക്കുചാന്റെ ഹാഫ് മാച്ച് ആയിരുന്നു. ഹാഫ് മാച്ച് ഓർ ഹാപ്ലോ മാച്ച് എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഹാഫ് മാച്ച് ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വേറെ ഡോണേഴ്സിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അമൃതയിൽ തന്നെ ധാത്രി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു കൈൻഡ് ഓഫ് രജിസ്ട്രീസ് പോലെ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ, ഇങ്ങനെ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയും അകത്തും നമ്മുടെയും സ്റ്റെം സെൽ തമ്മിൽ മാച്ച് ആണോ എന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കും. അങ്ങനെ നോക്കിയപ്പം എനിക്ക് 3 മാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫുൾ മാച്ച് ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവരെ അവൈലബിൾ ആണോ നോക്കി. പക്ഷെ ആ സമയത്ത് എനിക്ക് 3 മാച്ചും അവൈലബിൾ അല്ലായിരുന്നു. അവർ 3 പേരും എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുക്കുചാന്റെ തന്നെ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് സോർട്ടായി, നമ്മുടെ ഡോണറെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു. ഡയറ്റീഷ്യനെ പോയി കൺസൾട്ട് ചെയ്യണം. കാരണം എനിക്ക് വെയിറ്റ് കൂട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു ഈ ട്രാൻസ്പ്ലാന്റിന് മുമ്പ്. കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റിന് കയറുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ വെയിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കണം. അപ്പൊ നമ്മൾ വെയിറ്റ് മാക്സിമം കൂട്ടാൻ നോക്കണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡയറ്റീഷ്യനെ അടുത്ത് കൺസൾട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മൾ ഡയറ്റീഷ്യനെ അടുത്ത് ചെന്നപ്പോൾ ഡയറ്റീഷ്യൻ എനിക്കൊരു ഡയറ്റ് ചാർട്ട് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന ടൈമിൽ ഏതൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഫുഡാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോട്ടീൻസ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഒരു ഡയറ്റ് ചാർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡയറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 ചായ കാപ്പി കുടിക്കണം, 8:30 ബ്രേക്ക്ഫാസ്റ്റ്, 10:30 പിന്നെയും നാരങ്ങ വെള്ളം ഓർ സാലഡ് ഓർ അങ്ങനത്തെ സാധനം, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച്, അതിന്റെ ഇടയ്ക്ക് പിന്നെയും നാരങ്ങ വെള്ളം, പിന്നെ വൈകുന്നേരം ചായ, രാത്രി ഫുഡ്. ഇതൊക്കെ നമ്മളെ നോർമലായിട്ട് ചോറ്, ചപ്പാത്തി, പിന്നെ പ്രോട്ടീൻസ് ലൈക്ക് എന്താ പറയാ പയറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കറികളായിട്ട് നമുക്ക് സാധാരണ കൂട്ടുന്ന പോലെ തന്നെ കൂട്ടാം. പക്ഷെ നമുക്ക് ഡെയിലി വേറെ കുറച്ച് സാധനങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് മെയിൻ ആയിട്ടുള്ള സാധനമായിരുന്നു പ്രോട്ടീൻ പൗഡർ. ഞാൻ ക്യാബി പ്രോ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ പൗഡറാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ട്രാൻസ്പ്ലാന്റിനായിട്ട് കയറുമ്പോൾ നമുക്ക് ഡെയിലി പ്രോട്ടീൻ പൗഡർ എടുക്കേണ്ട ആവശ്യം വരും. കാരണം നമുക്ക് വേറൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ നേരത്തെ കുടിച്ച് കുടിച്ച് ശീലമാവാനായിട്ടാണ് ഇവർ ഈ പ്രിപ്പറേഷൻ ടൈമിൽ 2 സ്കൂപ്പ് വെച്ച് 3 നേരം നമ്മളിങ്ങനെ കുടിക്കണം എന്ന് പറയുന്നത്. അത് നമുക്ക് ട്രാൻസ്പ്ലാന്റിന് മുമ്പ് പാലിലോ വെള്ളത്തിലോ എങ്ങനെയും ആഡ് ചെയ്ത് കുടിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ബോൺ മാരോ കയറി കഴിയുമ്പോൾ നമുക്ക് പാല് പറ്റത്തില്ല, വെള്ളത്തിൽ തന്നെ കലക്കി കുടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ വെള്ളത്തിൽ തന്നെ കുടിക്കുന്നതായിരിക്കും നമുക്ക് അന്നേരം ഉപകാരപ്പെടുന്നത്. പിന്നെ എനിക്ക് ഡെയിലി കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ള ഒരു 3-4 എണ്ണം ഡെയിലി കഴിക്കണമായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് റാഗിയാണ്, പിന്നെ സാലഡ്, പിന്നെ ഏത്തപ്പഴം,
പിന്നെ നട്ട്സോ സീഡ്സ് പിന്നെ ഇലക്കറികൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഡെയിലി കഴിക്കണമെന്ന് ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ടൈമിൽ ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 50 സംതിങ് കിലോ, 53 അത്രയും kg എങ്ങാണ്ട് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. 50ന്ന് 53 3 കിലോയോളം ഞാൻ കൂട്ടി. പക്ഷെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ 10 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 53 നേരെ 43 ആയിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇവർ നേരത്തെ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് കൂട്ടണം എന്ന് പറയാനായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ നമ്മുടെ തേർഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. നമ്മൾ ഈ ബോൺ മാരോയ്ക്ക് ഫിറ്റ് ആണെന്ന് പറഞ്ഞ് അവർ നമ്മളെ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് നമുക്ക് അവരൊരു സർട്ടിഫിക്കറ്റ് തന്നെ, ഇപ്പൊ ഈ ബോൺ മാരോ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവരുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ബോൺ മാരോ ചെയ്യാനായിട്ട് സമ്മതിക്കത്തുള്ളായിരുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോയത് ഡെന്റലിലാണ്, നമ്മുടെ പല്ലിന് എന്തെങ്കിലും ഇഷ്യൂസോ വായിക്കാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുവാനായിട്ട്. പിന്നെ സെക്കൻഡ് വന്നിട്ട് ENT ആയിരുന്നു, ഇയർ നോസ് ടങ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ തേർഡ് വന്നിട്ട് കാർഡിയോളജി ആയിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ECG എക്കോ ഒക്കെ ചെയ്ത് നോക്കി, ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫോർത്ത് ഡെർമറ്റോളജി, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പം ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ GVHD ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതിന് സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരും. അതിന് മുമ്പ് തന്നെ നമുക്ക് ഡെർമറ്റോളജിന്ന് ഫിറ്റ്നസ് ഒക്കെ വേണമായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾമണോളജി ആയിരുന്നു, ലങ്സിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ നമ്മൾ ചെസ്റ്റിൽ CT ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി നേരത്തെ ചെസ്റ്റിൽ നോക്കിയപ്പോൾ ഫംഗൽ ഇൻഫെക്ഷന്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കീമോ എടുത്തോണ്ടിരുന്ന ടൈമിൽ. പക്ഷെ നമ്മൾ ബോൺ മാരോയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലായിടത്തുനിന്നും ഫിറ്റ്നസ് കിട്ടി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീർന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫോർത്ത് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടറായിട്ടുള്ള വീഡിയോ കോൺഫറൻസിങ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമുക്ക് ഡോക്ടർ BMT കയറി കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫുള്ള് പറഞ്ഞു തരും. എന്തൊക്കെ പ്രൊസീജിയർ എന്താണ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് എടുക്കുന്നത്, കീമോ എന്താണ് എടുക്കുന്നത്, പ്രൊസീജിയർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ അതിന് സൈഡ് എഫക്ട്സ് എന്തൊക്കെ വരാം, പിന്നെ അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ആർക്ക് വേണേലും ഈ വീഡിയോ കോൺഫറൻസിങ്ങിന് പോവാം. അപ്പൊ എന്റെ ഫാമിലിയിൽ ഞാനും എന്റെ ചേട്ടായിയും മമ്മിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കോളിൽ എന്റെ പപ്പയുടെ സിസ്റ്റേഴ്സും ബ്രദറും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വീഡിയോ കോൾ വിളിച്ച് കാണണമെങ്കിൽ അങ്ങനെയും കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വീഡിയോ കോൺഫറൻസിന്റെ ഫൂട്ടേജ് അവർ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഫിഫ്ത് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. നമ്മൾ BMT യൂണിറ്റ് കയറി കഴിയുമ്പോൾ നമുക്ക് ബ്ലഡിന്റെ ആവശ്യങ്ങൾ വരും. ഇപ്പൊ HB മാത്രമല്ല, പ്ലേറ്റ്ലെറ്റ്, FFP, പിന്നെ ഗ്രാനുലോസൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു കേട്ടോ. അത് നമുക്ക് ഡോക്ടർ വീഡിയോ കോൺഫറൻസിങ്ങിന്റെ സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ സോഷ്യൽ വർക്കർ ആയിട്ടുള്ള നീതു എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. ചേച്ചിയാട്ടോ നമുക്കെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പം എന്റെ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് ആണ്. അപ്പം എന്റെ ബ്രദറിന്റെ O നെഗറ്റീവ് ആണ്. അപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്തായാലും ഞങ്ങളുടെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ല, ഉറപ്പായിട്ടും മാറും, ചാൻസ് അല്ല ഉറപ്പായിട്ടും മാറും. എന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആവും ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ഞങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് SDP, FFP, RBC, ഗ്രാനുലോസൈറ്റ്, ഈ 4 കേട്ടോ ഞങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ SDP-യും FFP-യും B നെഗറ്റീവ് അല്ലെങ്കിൽ AB നെഗറ്റീവ് ഗ്രൂപ്പ് ആയിരുന്നു വേണ്ടത്. പിന്നെ RBCയും ഗ്രാനുലോസൈറ്റും O നെഗറ്റീവ് ആയിരുന്നു വേണ്ടത്. അപ്പൊ നമ്മൾ SDP FFPയും ഡൊണേറ്റ് ചെയ്യുമ്പം B നെഗറ്റീവ് AB നെഗറ്റീവ് ഉള്ള ആൾക്കാരെ വേണം കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമുക്ക് RBCയും ഗ്രാനുലോസൈറ്റും O നെഗറ്റീവ് ഉള്ള ആൾക്കാരെ വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ എനിക്കിങ്ങനെ ബ്ലഡിന്റെ ആവശ്യം വന്നപ്പോൾ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബ്ലഡ് ഒക്കെ തരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് അറേഞ്ച് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് ട്രാൻസ്പ്ലാന്റിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ എന്റെ ബ്രദർ ആണല്ലോ ഡോണർ, അതുകൊണ്ട് എനിക്കൊരു 20 lakhs ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഡോണറെങ്കിൽ അവര് പറയുന്ന പൈസ നമ്മൾ കൊടുക്കണം. ലൈക്ക് ഓൾമോസ്റ്റ് 35 പൊക്കത്ത് പോകും, 35 lakhs അബവ് പോകും. പിന്നെ ബ്രദർ ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 20 lakhs ഒക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഫണ്ട് അറേഞ്ച് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമുക്ക് ECHS ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനായിട്ട് ECHS കിട്ടത്തില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തു. ട്രാൻസ്പ്ലാന്റിന്റെ ടൈം ആയ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് ചെന്നു.
ആ ടൈമിലാണ് ECHSന്റെ ഓഫീസിൽ നമുക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ECHSന്റെ ബെനിഫിറ്റ്സ് ട്രാൻസ്പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ലക്കിലി നമുക്ക് ട്രാൻസ്പ്ലാന്റിനുള്ള ബെനിഫിറ്റ്സ് ECHSന്ന് കിട്ടി. അപ്പൊ നമ്മള് ചെന്ന് 1 വീക്കോളം അതിന്റെ പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 1 വീക്ക് നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ആ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മള് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പൊ അമൃതയില് ഫസ്റ്റ് ടൈം നമുക്കാണ് ECHSന്റെ ബെനിഫിറ്റ്സ് ട്രാൻസ്പ്ലാന്റിനായിട്ട് കിട്ടുന്നത്. എന്തോ ലക്ക് കൊണ്ട് കിട്ടിയതാണ്. അപ്പൊ നമ്മുടെ ചെയ്ത് കഴിഞ്ഞ് കുറെ പേര് ഇങ്ങനെ മമ്മീനെയൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ, എന്തൊക്കെ പ്രൊസീജിയർ ആണ് അതിന് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ കുറെ പേർക്ക് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് സന്തോഷമുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് മുമ്പുള്ള നമുക്ക് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി ഇതിന്റെ പ്രൊസീജിയറും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ പറയാനായിട്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.